നമസ്കാരം. സ്വർണ്ണക്കടത്തിന് അറസ്റ്റിലായ കന്നഡ നടി രണ്യ റാവു DGP-ആയ പിതാവിന്റെ ഉന്നത പദവി കള്ളക്കടത്തിന് മറയാക്കിയെന്ന റിപ്പോർട്ടുകൾക്കിടെ ദുരൂഹതയുയർത്തി നടിയുടെ വെളിപ്പെടുത്തൽ. ബ്ലാക്ക്മെയിൽ ചെയ്താണ് തന്നെക്കൊണ്ട് സ്വർണം കടത്തിച്ചതെന്നാണ് നടി അന്വേഷണ സംഘത്തോട് നൽകിയിരിക്കുന്ന വിശദീകരണം. ബംഗളൂരു വിമാനത്താവളം വഴി സ്വർണം കടത്തവെ കന്നഡ നടി രണ്യ റാവുവിനെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വലയിൽ വീഴ്ത്തിയത് കഴിഞ്ഞ കുറച്ചു കാലത്തെ നിരീക്ഷണങ്ങൾക്കൊടുവിലായിരുന്നു. നടിയും IPS ഓഫീസറുടെ മകളുമായ രണ്യ ബംഗളൂരു വിമാനത്താവളത്തിലാണ് ചൊവ്വാഴ്ച പിടിയിലായത്. കർണാടക പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ DGP ആയിട്ടുള്ള രാമചന്ദ്ര റാവുവിന്റെ മകളാണ് രണ്യ. മകൾ പിടിയിലായത് സംബന്ധിച്ച് അദ്ദേഹം പ്രതികരണത്തിന് തയ്യാറായില്ല. 4 മാസം മുമ്പ് വിവാഹിതയായ ശേഷം അവൾ വീട്ടിലേക്ക് വന്നിട്ടില്ലെന്നായിരുന്നു അദ്ദേഹം ആദ്യം പ്രതികരിച്ചത്. 2014-ൽ റാവു IGP ആയിരിക്കെ പിടിച്ചെടുത്ത പണം ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇപ്പോഴും അന്വേഷണ പരിധിയിലാണ്. 14 കിലോ വരുന്ന സ്വർണ്ണക്കട്ടികൾ ബെൽറ്റിൽ ഒളിപ്പിച്ചും 800 ഗ്രാം ആഭരണങ്ങളുമായിട്ടാണ് രണ്യ റവന്യൂ ഇന്റലിജൻസിന്റെ പിടിയിലാകുന്നത്. താരത്തെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ. രണ്യയുടെ വീട്ടിലും DRI ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി. ഇവിടെ നിന്ന് 2.67 കോടി രൂപയും 2.06 കോടിയുടെ സ്വർണവും കണ്ടെടുത്തിട്ടുണ്ട്. നടിയുടെ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുള്ള ചില രഹസ്യ വിവരങ്ങളും DRIക്ക് കിട്ടിയിരുന്നു. ഈ വർഷം ജനുവരി മുതൽ രണ്യ ഗൾഫിലേക്ക് 10-ലധികം യാത്രകൾ നടത്തിയതിനെ തുടർന്ന് DRI ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. തുടർന്ന് ഇവർ നിരീക്ഷണത്തിലായിരുന്നു. 15 ദിവസത്തിനിടെ 4 ദുബായ് യാത്രകളാണ് രണ്യ നടത്തിയിരുന്നത്. ഈ യാത്രകളിലെല്ലാം ഒരേ വസ്ത്രം ധരിച്ചതും സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. സ്വർണം ഒളിപ്പിച്ച് ബെൽറ്റ് മറയ്ക്കുന്നതിനായാണ് ഒരേ വസ്ത്രം തിരഞ്ഞെടുത്തതെന്നാണ് DRI ഉദ്യോഗസ്ഥരുടെ സംശയം. ഇതിനിടെ വിമാനത്താവളത്തിലെത്തുമ്പോൾ ലഭിച്ച പ്രോട്ടോകോൾ സംരക്ഷണവും ഇവർ സ്വർണ്ണക്കടത്തിന് മറയാക്കിയെന്നാണ് വിവരം. ബസവരാജ എന്ന പോലീസ് കോൺസ്റ്റബിൾ ടെർമിനലിൽ രണ്യയെ കാണാറുണ്ടായിരുന്നു. രണ്യയെ അനുഗമിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി സർക്കാർ വാഹനത്തിൽ കയറ്റിവിടുന്നത് ഈ ഉദ്യോഗസ്ഥനാണ്. വിമാനത്താവളത്തിലെ സാധാരണ പരിശോധനകൾ ഒഴിവാക്കിയായിരുന്നു ഈ നീക്കങ്ങൾ. ഇയാളെയും DRI കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യാതൊരു പരിഭ്രമവും ഇല്ലാതെയാണ് നടി രണ്യ റാവു ഓരോ തവണയും സ്വർണം കടത്തിയിരുന്നതെന്നാണ് വിവിധ മാധ്യമങ്ങൾ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത്. പിടിക്കപ്പെട്ട ദിവസം ബെൽറ്റിനുള്ളിൽ ഒളിപ്പിച്ചാണ് 14 സ്വർണ്ണക്കട്ടികൾ കടത്താൻ ശ്രമിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. DGP-യുടെ മകളെന്ന നിലയിൽ വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാനും രണ്യ റാവുവിന് കഴിഞ്ഞിരുന്നതായിട്ടാണ് വിവരം. DGP-യുടെ മകളായതിനാൽ ടെർമിനലിൽ സുരക്ഷാ അകമ്പടി ഉൾപ്പെടെ ലഭിച്ചിരുന്നു. ശരീര പരിശോധനയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. പലപ്പോഴും വിമാനത്താവളത്തിൽ നിന്നും പിതാവിന്റെ സ്വാധീനത്താൽ സർക്കാർ വാഹനങ്ങളിലാണ് നടി മടങ്ങിയിരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. രണ്യ റാവുവിന്റെ പിതാവും DGP-യുമായ K രാമചന്ദ്ര റാവുവും നേരത്തെ വിവാദങ്ങളിൽ ഉൾപ്പെട്ടയാളാണ്. കേരളത്തിൽ നിന്നുള്ള സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് പിടിച്ചെടുത്ത പണം തട്ടിയെടുത്തെന്ന പരാതി ഇദ്ദേഹത്തിനെതിരെ നേരത്തെ ഉയർന്നിരുന്നു. 2014-ൽ മൈസൂരുവിൽ ദക്ഷിണ മേഖല IG ആയിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം. 2 കോടി രൂപ പോലീസ് പിടിച്ചെടുത്തിട്ടും രേഖകളിൽ വെറും 20 ലക്ഷമാണ് കാണിച്ചതെന്നും ബാക്കി പണം പോലീസുകാർ തട്ടിയെടുത്തെന്നുമായിരുന്നു സ്വർണ്ണ വ്യാപാരിയുടെ പരാതി. ഇതേ തുടർന്ന് CID അന്വേഷണം നടത്തുകയും രാമചന്ദ്ര റാവുവിന്റെ ഗൺമാനെ കവർച്ചാ കുറ്റം ചുമത്തി പിടികൂടുകയും ചെയ്തിരുന്നു. രണ്യയുടെ ദുബായിലേക്കുള്ള പതിവ് വിദേശയാത്രകൾ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയായിരുന്നു. 2 ആഴ്ചക്കിടെ 4 തവണയാണ് രണ്യ ദുബായിലേക്ക് പോയത്. ഇതോടെ സംശയം ബലപ്പെടുകയായിരുന്നു. കേസുമായി മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചു വരികയാണ്. മുമ്പ് നടന്ന യാത്രകളിലും നടി സ്വർണം കടത്തിയിട്ടുണ്ടോ എന്നും DRI ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. വിമാനത്താവളത്തിൽ രണ്യ റാവു DGP-യുടെ മകളാണെന്ന് അവകാശപ്പെടുകയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയുമായിരുന്നു. ഈ വർഷം മാത്രം 10-ലധികം വിദേശയാത്രകൾ രണ്യ നടത്തിയതായും വിവരമുണ്ട്. ഇതെല്ലാം സ്വർണം കടത്താൻ വേണ്ടിയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞും ശരീരത്തിൽ അരപ്പെട്ടിയിൽ ഒളിപ്പിച്ചുമാണ് നടി സ്വർണം കടത്താൻ ശ്രമിച്ചത്. പിടിച്ചെടുത്ത സ്വർണത്തിന് നിലവിൽ 12 കോടിയോളം രൂപ വില വരും. എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ് രണ്യ എന്നാണ് സൂചനകൾ.